ചൊക്രമുടിയിലെ പട്ടയം റദ്ദാക്കിയതിന് സ്റ്റേ ഇല്ല. പട്ടയം റദ്ദാക്കുന്നതിന് മുൻപ് ഭൂമി കൈവശപ്പെടുത്തിയവർക്ക് മതിയായ അവസരം നൽകിയെന്ന് ഹൈക്കോടതി. ചൊക്രമുടിയിൽ ഭൂമി കൈവശപ്പെടുത്തിയ 25 പേരാണ് പട്ടയം റദ്ദാക്കിയ നടപടിക്കെതിരെ ഹർജി നൽകിയത്. വിശദാംശങ്ങളുമായി ബിന്നിലൊപ്പം ചേരുന്നുണ്ട്. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. സാധാരണ ഈ സംഭവം ഇങ്ങനെ തന്നെയാണോ നിയമപരമായ രീതിയിൽ തന്നെയാണോ ഇത് പോയിരിക്കുന്നത്? ഹൈക്കോടതി എന്താണ് അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് മോത്തി. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഇടുക്കിയിലെ പല ഭൂമി കേസുകളിലും സർക്കാരിന് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാറുണ്ടോ, കാരണം നടപടിക്രമങ്ങളിലൊക്കെ വീഴ്ചയുണ്ടാകും. ചൊക്രമുടിയിലേക്ക് വന്നപ്പോൾ സർക്കാർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആ പട്ടയം റദ്ദാക്കലിലേക്ക് പോയത്. അതാണിപ്പോൾ സ്റ്റേ അനുവദിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർക്കാരിന് ചൊക്രമുടിയിൽ തുടക്കത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു. അതായത് അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ, ആ കയ്യേറ്റവും ആ ഭൂമി ലെവൽ ചെയ്യുന്നതും ഒക്കെ തന്നെ അവിടെ നടന്നിരുന്നത്. പ്രത്യേകിച്ച് നീലക്കുറിഞ്ഞി അടക്കം അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു റിപ്പോർട്ടായി പുറത്തേക്ക് വന്നിരുന്നത്. എന്തായാലും അവിടെ ഒരു ശക്തമായൊരു നടപടിയിലേക്ക് പിന്നീട് റവന്യൂ വകുപ്പ് പോയപ്പോൾ അതിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു. ഇവിടെ 25 പേരാണ് ഈ പട്ടയം റദ്ദാക്കിയതിനെതിരെ ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ ഹൈക്കോടതി അവർക്ക് സ്റ്റേ നൽകാൻ തയ്യാറായില്ല. കോടതി പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും നൽകിയതാണ്, അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചില്ല, നിങ്ങൾക്ക് ഇപ്പോഴും കോടതിക്ക് മുന്നിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അവകാശം സ്ഥാപിക്കുന്ന പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുക വഴി സാധാരണ സർക്കാരിന് അനുകൂലമായി ഭവിക്കുകയല്ലേ കാര്യങ്ങൾ? ഈ സംഭവത്തിലും അത് അങ്ങനെ തന്നെ ആവില്ലേ? മോത്തി, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട കേസുകളിലും സർക്കാരിന് പിന്നീട് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഇവിടെ ചൊക്രമുടിയിലേക്ക് വന്നപ്പോൾ ആ പാഠം സർക്കാർ ഉൾക്കൊണ്ടുവെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കയ്യേറ്റക്കാർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തുടക്കത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അതേ രീതിയിൽ സർക്കാരിന് കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇപ്പോൾ ചൊക്രമുടിയിലെ ഭൂമി വീണ്ടെടുത്തത് അത് സർക്കാരിൻ്റെതായി തന്നെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും ഹൈക്കോടതി സ്റ്റേ ആവശ്യം തള്ളിയതോടുകൂടി ചൊക്രമുടിയിലെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ബോർഡും സ്ഥാപിച്ചു കഴിഞ്ഞു. എന്തായാലും ആ ബോർഡ് മൂന്നാറിലെ ബോർഡ് പോലെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.